Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും good afternoon കേട്ടോ. Good afternoon. Good afternoon, ma'am. Good afternoon. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? ചെയ്തു മാം. ചെയ്തല്ലേ? ഓക്കെ, നമുക്ക് പ്രെയർ ചെയ്യാം അല്ലേ? പ്രെയർ ആരാ ചെയ്യുന്നേ? ഞാനാണ് മാം. ഓക്കെ, ചെയ്തോളൂ. Good afternoon, everyone. Dear God, thank you for this new day and opportunity to learn. When we get into this classroom, you should have with us. Please guide our mind and heart as we engage in this class. Move all obstacles in our mind and help us understand the teacher sharing. Thank you. ഓക്കെ, then next. Sign in, ma'am. Good afternoon. I'm Rashmi from Trivandrum. I am very happy for speaking signing today. Every day we wake up with a new hopes and new motivation. Maria Montessori, she gave it us for hours for a great opportunity. So hold this opportunity, go forward. Now we are starting learns our great Ashwati Ma'am class. Wishing you all a very useful class today. Let me invite our teacher Ashwati Ma'am and also invite all my friends. I would like to invite Ashwati teacher for conducting class. Thank you. Good afternoon. Today thoughts of the day. Learn to see the good in everyone. ആരിലും നന്മ കാണാൻ ശീലിക്കുക. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു മിനിറ്റ് മാം. ഈ അസൈൻമെന്റിലെ ഞാൻ ക്ലാസ് റൂമിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫയല് എന്താ പറയാ, എന്തോ ടെസ്റ്റിന്റെ അറ്റാച്ച് ഫയൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുക. അപ്പൊ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാം. മതി. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനെ അത് ഏത് ഫുഡിന്റെ വേണമെങ്കിലും എഴുതാവോ? ഏത് ഫുഡിന് വേണമെങ്കിലും എഴുതാം. എല്ലാത്തിനും കലോറീസ് ഉണ്ടല്ലോ. ഓക്കെ, ഇത്ര പേജ് എഴുതണം എന്നുണ്ടോ? ഇങ്ങനെ ഇത്ര പേജ് ഇല്ല. ഇല്ല. മാം ഒരു അസൈൻമെന്റ് കൂടി തന്നിട്ടുണ്ടായിരുന്നല്ലോ, വൈറ്റം, അത് എപ്പോഴാ സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് നിങ്ങള് ഞാൻ ആ ടോപ്പിക് കൊടുത്തിട്ടില്ല. അതിനൊരു
2 ആഴ്ച സമയം തരാം, അതിനുള്ളിൽ ചെയ്താൽ മതി. ഞാൻ അത് Okay. ഇട്ടേക്കാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഞാൻ ടോപ്പിക് ഇട്ടേക്കാം. ഓക്കെ. ഓക്കെ. മാം അത് ഗ്രൂപ്പിൽ അല്ല ക്ലാസ് റൂമിൽ ഇട്ടിട്ട് പോരെ നമ്മൾ പ്രിപ്പയർ ചെയ്യല്? മതി. ക്ലാസ് റൂമിൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും, ഞാൻ നോക്കട്ടെ കേട്ടോ. എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന്റെ മാർക്ക് നമ്മൾ എങ്ങനെ അറിയും? അതിനകത്ത് ഇടോ? ക്ലാസ് റൂമിൽ ഇടോ? അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ലേ? മാർക്ക് കണ്ടില്ല. ഇല്ല, കാണാൻ മാത്രം പറ്റുന്നുണ്ട്. ഇല്ലല്ലേ? അതിന് തൊട്ട് മേലെ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ട്. കണ്ടില്ല. അല്ല അവര് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു 3 weeks വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഉള്ളില് മാർക്ക് വരും. 3 weeks കഴിഞ്ഞിട്ടും വന്നിട്ടില്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. മാർക്ക് കാണാൻ പറ്റുന്നാണ് എനിക്ക് തോന്നുന്നേ. അപ്പൊ അതൊന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞു നിർത്തിയത്? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളൊരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു 7 കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവണം അല്ലേ? അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം അല്ലെ? അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയാം. അപ്പൊ അത് എന്തൊക്കെ കണ്ടന്റ് ആണ്? ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാ? 7 ഐറ്റംസ് എന്തൊക്കെയാണ്? കണ്ടന്റ്സ്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ, വിറ്റാമിൻ ആൻഡ് വാട്ടർ. കാർബോഹൈഡ്രേറ്റ് എന്താ? പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ 10. കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയാമോ? കാർബോഹൈഡ്രേറ്റ് അന്നജം. കാർബോഹൈഡ്രേറ്റ് അന്നജമല്ലേ? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്സ് എനർജി നൽകുമോ നമുക്ക്? ഇല്ല. ഇല്ലേ? ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ? ഏതൊക്കെയാണ് ഫുഡ്സ്? ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത്? റൈസ്, വീറ്റ്, ഫുഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കാർബ് അടങ്ങിയ ഫുഡാണ് അല്ലെ? അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കാർബിൽ പെടുന്നതല്ലേ? നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറ് അത് കാർബിൽ പെടുന്നതാണോ? അതെ. അതല്ലേ? നമ്മള് ചപ്പാത്തിയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് അല്ലെ? ഒരുവിധം എല്ലാ നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക കോമൺ ഫുഡ്സിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കാണാനായിട്ട് പറ്റും. നമ്മൾക്ക് അധികമായിട്ട് വിശക്കുമ്പോൾ നമ്മൾ ആ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്സ് ആണ് കഴിക്കുക. അത് കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ വിശപ്പ് തീരുക. ഓക്കെ, നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മളിപ്പോ രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടാവും. അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറോ? ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല. സൗണ്ട് കുറവാണോ? ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും. അപ്പൊ നമ്മുടെ വിശപ്പ് മാറും. നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അമിതമായിട്ട് ഓവറായിട്ട് എന്ത് ചെയ്യും? കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അപ്പൊ നമുക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും. പൊണ്ണത്തടി പോലുള്ള കാര്യങ്ങള് ഒക്കെ ഇങ്ങനെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അതിന്റെ നമുക്ക് ആവശ്യത്തിന് എന്ത് വേണം? കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ഇപ്പൊ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത്? കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ചിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പക്ഷെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾക്ക് കുറച്ചെങ്കിലും നമുക്ക് കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ചോറ്, നമ്മൾ കഴിക്കുന്ന മുഴുധാന്യങ്ങൾ, ഗോതമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാർബ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണാം. എന്തൊക്കെ ഫുഡ് ഐറ്റംസിൽ പ്രോട്ടീൻ ഉണ്ടാവും? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മുട്ട, എഗ്, ചെറുപയറ്, പയറ് വർഗ്ഗങ്ങളുണ്ട് കേട്ടോ. പയറ് വർഗ്ഗങ്ങൾ, അതായത് ഇപ്പൊ കടല ആയിക്കോട്ടെ, പയറായിരിക്കും, പരിപ്പ്, അങ്ങനെയുള്ള പയറ് വർഗ്ഗങ്ങൾ ഉണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ടാവും? പൾസിൽ എന്തുണ്ടാവും? ധാരാളമായിട്ട് ഈ ഒരു പ്രോട്ടീന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എഗ്ഗ്, നമുക്കറിയാം ഈ ഡയറ്റ് എടുക്കുന്നവര്, വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് എഗ്ഗ് എന്ന് പറയുന്നത് അല്ലെ. എഗ്ഗ്, അതായത് അതിനകത്ത് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, അപ്പൊ അത് കൂടുതലായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസിലും പ്രോട്ടീൻ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ചിക്കൻ ഐറ്റംസിലൊക്കെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. മിൽക്കിലും ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് ഫാറ്റ് ആണ്. ഫാറ്റിന് വേണ്ടിയിട്ട് ഫാറ്റ് ശരീരത്തിന് കുറച്ചെങ്കിലും ആവശ്യമാണ് അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വേണം. ഫാറ്റ് നമ്മൾ തീരെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ബോഡിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അതെന്തിൽ നിന്നൊക്കെയാണ് കിട്ടുക ഫാറ്റ്? പലതരത്തിൽ നിന്നുള്ള ഓയിലുകളിൽ നിന്ന് നമുക്ക് കിട്ടാം അല്ലെ. ഒലീവ് ഓയില്, സൺഫ്ലവർ ഓയില്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയില്. പിന്നെ കോക്കനട്ട് ഓയിലൊക്കെ എന്താണ് ബെസ്റ്റ് ആയിട്ട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ഓയിലാണ്, അല്ലെങ്കിൽ ഒരു ദൂഷ്യഫലങ്ങളിലും നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫാറ്റ് കണ്ടന്റ് കിട്ടുന്നത് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അല്ലെ. മീറ്റിൽ നിന്ന് കിട്ടും. പിന്നെ നട്ട്സ്, പിന്നെ അതുപോലെ സീഡ്സ്, പലതരത്തിലുള്ള സീഡുകൾ ഉണ്ട് അല്ലെ. പംകിൻ സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കിപ്പോ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഫാറ്റ് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് കിട്ടാറുണ്ട്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ അതായത് പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അല്ലെ. അതായത് പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായിട്ട് എന്തുണ്ട്? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിന്റെ ഒരു കലോറി എടുത്ത് നോക്കുകയാണെങ്കിൽ 60 to 70% കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും. നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 60-70% കാർബോഹൈഡ്രേറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ 10 to 12% വരെ പ്രോട്ടീൻ ഉണ്ടാവും. 10 to 12% വരെ പ്രോട്ടീൻ ഉണ്ടാവും. Then 20 to 25% വരെ ഫാറ്റ് ഉണ്ടാവും. 20 to 25% വരെ ഫാറ്റ് ഉണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് ആളുകളുടെ ഭക്ഷണ രീതി എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുക കേട്ടോ. 60 to 70% വരെ കാർബോഹൈഡ്രേറ്റും, then 10 to 12% വരെ പ്രോട്ടീനും, then 20 to 25% വരെ ഫാറ്റ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ഫുഡ് കഴിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ഫുഡിനെ ഫുഡ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം വരുന്ന ഒരു ഫുഡ് ഗ്രൂപ്പാണ് സിറിയൽസ് ആൻഡ് പൾസസ് അല്ലെ. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾക്ക് ഒരു ഫുഡ് ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് അനിമൽ പ്രൊഡക്ട്സ്, അതായത് പാലുൽപ്പന്നങ്ങൾ, ഇപ്പൊ പാലാകട്ടെ, തൈരാകട്ടെ, അതുപോലെ തന്നെ ചീസ്, നെയ്യ്, ഗീ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ അടുത്തതാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, പഴങ്ങളും പച്ചക്കറികളും. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് ഓയിൽ, ഫാറ്റ് ആൻഡ് നട്ട്സ്. ഓക്കെ. ഓയില്, അതുപോലെ തന്നെ അത്യാവശ്യം ശരീരത്തിന് ഫാറ്റ് കിട്ടുന്ന ഫുഡ് പ്രൊഡക്ട്സ്, ദെൻ നട്ട്സുകൾ. ഇതൊക്കെ നമുക്ക് ഒരു 4 ഗ്രൂപ്പായിട്ട് നമുക്ക് ഇതിനെ ഫുഡ് ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ PDF-ലോട്ട് പോകാം. PDF നിങ്ങൾ വായിച്ചായിരുന്നോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിപ്പിച്ചായിരുന്നു നിങ്ങളെ. റീഡ് ചെയ്തായിരുന്നോ? വായിപ്പിച്ചിട്ടില്ല. ഒക്കെ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്തേ ഫസ്റ്റ് പാരഗ്രാഫ്. 2 പാരഗ്രാഫും ഒരാളൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
Okay, teacher. ഒരാളൊന്ന് The growing children required healthy food for their proper development. Preschool children needed to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. The foods they eat should provide energy and nutrients in a compact form. In the lack of the required measure of nutrients, the child faces incapability of cope with the situations which have age demands. Therefore, both the parents and the teachers must see that the children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins, and minerals and vitamins. ഇത് നെക്സ്റ്റ് വായിക്കണോ ടീച്ചർ? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ പറഞ്ഞത്? The growing children required healthy food for their proper development. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽത്തി ഫുഡ് അത്യാവശ്യമാണ്. Preschool children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. Preschool, അതായത് പ്രീസ്കൂൾ ചിൽഡ്രനായാലും അവർക്ക് അവരുടെ ആഹാരത്തിൽ ന്യൂട്രിയൻസും അവരുടെ വളർച്ചയ്ക്ക് ഡെവലപ്മെന്റും സ്പീഡിൽ നടക്കാൻ വേണ്ടി അവർക്ക് ന്യൂട്രിയൻസും എനർജി ഗിവിംഗ് ഫുഡും അത്യാവശ്യമാണ്. The foods they eat should provide energy and nutrients in compact form. Compact form means എന്താണ് ടീച്ചർ? അതായത് പലതരത്തിലുള്ള ഇതായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒതുങ്ങിയ രൂപത്തിൽ എന്നൊക്കെ നമ്മൾ പറയും. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് മാത്രം, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അനുയോജ്യമായിട്ടുള്ള ഫുഡ് നൽകണമെന്നാണോ? അതെ, അവരുടെ അതായത് ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒതുങ്ങിയ രൂപത്തില്. ഓക്കെ. In the lack of the required measurement of nutrients, the child faces incapability of cope with the situation which his age demands. അവരുടെ ആ ഏജിന് ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിൽ അവര് പലതരത്തിലുള്ള ഇൻകാപ്പബിലിറ്റി, അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. Therefore, both the parents and teachers must see that the children get the food required for their growth and power. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും ഒരേപോലെ കുട്ടികളുടെ പ്രോപ്പർ ഫുഡിന്റെ രീതി ശ്രദ്ധിക്കണം അവരുടെ വളർച്ചയ്ക്കും. താങ്ക് യു. അപ്പോ അഞ്ജു ഇവിടെ പറഞ്ഞ പോലെ തന്നെ, അതായത് വളരുന്ന കുട്ടികൾക്ക് അവരുടെ ശരിയായ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവശ്യമാണ്, അല്ലെ? അപ്പോൾ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കായാലും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താ പറയാ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ പ്രീ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ, അതായത് നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആവുമ്പോൾ ധാരാളം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെ? നമുക്കറിയാം ഈ അംഗൻവാടി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്ത് തരത്തിലുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുക അംഗൻവാടികളിൽ നിന്നൊക്കെ? ഫുഡാണ് അല്ലെ? എന്തൊക്കെ ഫുഡാണ് അവർക്ക് കൊടുക്കുക ഒന്ന് പറഞ്ഞേ നിങ്ങള്, അംഗൻവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ? പാല്, മുട്ട കൊടുക്കും. പാല്, മുട്ട, വെജിറ്റബിൾസ്, പയറ് കൊടുക്കും. കപ്പലണ്ടി. ഓക്കെ, അതായത് ഇതൊക്കെ കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് വേണം, അല്ലെ? അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയെ ഇത് ബാധിക്കുന്നുണ്ട്, അല്ലെ? കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും എന്ത് കൊടുത്തിരിക്കണം? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അവരുടെ ഭക്ഷണത്തില് ധാരാളം ന്യൂട്രിയൻസും അതുപോലെ തന്നെ എനർജി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ
ഒതുക്കമുള്ള രൂപത്തിൽ കൊടുക്കുക. അതായത് കുറുക്ക് പോലെ, അതായത് നമുക്കറിയാലോ കുഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ലിക്വിഡ് ഫോമിലായിരിക്കും കൊടുക്കുക അല്ലെ, കുറുക്ക് രൂപത്തിലൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തില് ലിക്വിഡ് ഫോമിലായിട്ടായിരിക്കും കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ നമുക്കറിയാം അംഗൻവാടികളിൽ നിന്ന് പലതരത്തിലുള്ള പൊടികൾ കിട്ടാറുണ്ട് അല്ലെ, നിനക്കറിയാലോ എന്തൊക്കെ പൊടികളുണ്ട്? അമൃതപ്പൊടി എന്ന് പറയുന്ന, അതെ, ഭയങ്കര റിച്ച് കണ്ടന്റ് ആണ് അല്ലെ, അതായത് പോഷകപ്പൊടി കിട്ടാറുണ്ട്. അതെ അതെ, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു എന്താ പറയാ പൗഡറാണ് അമൃതപ്പൊടി എന്ന് പറയും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലിക്വിഡ് ഫോമിലായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ കുഞ്ഞു വയറാണ് അല്ലെ, കുഞ്ഞു ആമാശയമാണുള്ളത് അല്ലെ അവർക്ക്. അപ്പൊ പെട്ടെന്ന് ദഹിക്കാവുന്ന രീതിയിൽ വേണം അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മമാരും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന പലവിധ രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പല ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസീസസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ ശക്തി, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോണുകൾ രൂപപ്പെടുന്നതിനും അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ എന്ത് ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഫുഡ്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ട ആവശ്യകത കൂടുതലാണ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കളും അധ്യാപകരും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് എന്ത് ചെയ്തിരിക്കണം, ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ കുട്ടികളുടെ കാര്യത്തില്? ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? അംഗൻവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഉള്ള അമ്മമാരെങ്കിലും ഉണ്ടോ? പഠിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണോ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എന്നിവയാൽ സമ്പുഷ്ടമായ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് നൽകണം എന്നും കൂടി ഇതില് പറഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇതിൽ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ആരാ വായിക്കാം അടുത്ത പാരാഗ്രാഫ്? അനില വായിക്കുമെന്ന്. അനില ഓ എ. വായിക്കുന്നത്. Though food is highly required for the normal functions of the human body and the presentation of its health, the input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. എക്സ്പ്ലെയിൻ ചെയ്യാവോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ. Though food is highly required for the normal functions of അയ്യോ വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോ കിട്ടൂല. വേറെ ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാ? ഞാൻ ചെയ്താ മതിയോ? മതി, ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. രാജലക്ഷ്മി. Though food is highly required for the normal functions of the human body and presentation of its health. അതായത് ഭക്ഷണം നമുക്ക് ഏറ്റവും ആവശ്യമുണ്ട് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടി നല്ല രീതിയിലുള്ള ആവശ്യമുണ്ട് ഭക്ഷണത്തിന്റെ. The input of excessive quantities of food will do more harm than good. കൂടുതൽ അളവിലുള്ള ഭക്ഷണം എന്താ പറയണ, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. Therefore, every human being has to regulate the input of food. അതുകൊണ്ട് എല്ലാ മനുഷ്യരും
ആ ഭക്ഷണത്തിന്റെ ആ ഇൻപുട്ട് എന്താ കൺട്രോൾ ചെയ്യണം എന്നാണോ? അതായത് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് കേട്ടോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. The quantity of food eaten is calculated in calories. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ കൂട്ടുന്നത് കാലറീസ് അത് വെച്ചിട്ടാണ്. അതെ, കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാലറി വെച്ചിട്ടാണ്. നമ്മുടെ ഫുഡിന്റെ അളവ് എങ്ങനെയാണ് നോക്കുന്നത്? കാലറി വെച്ചിട്ടാണ്. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. അതായത് ഈ അളവ് ഈ നമ്മുടെ ഭക്ഷണത്തിലുള്ള അളവ് അനുസരിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരഭാരം, ആ വ്യക്തി ചെയ്യുന്ന വർക്ക്, അതുപോലെ വയസ്സ്, ഈ കാലാവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന, അതിനെ ആശ്രയിച്ചിരിക്കുന്നു. The process by which food is used in the human body is called metabolism. ആ ഭക്ഷണം ആ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതെ, ഓക്കെ, താങ്ക് യു രാജലക്ഷ്മി. അടുത്ത കഴിക്കണം. ഓക്കെ, അത് തന്നെയാണ് രാജലക്ഷ്മി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതാണ് രാജലക്ഷ്മി ഇവിടെ പറഞ്ഞത്. അതായത് ഒരു ഹ്യൂമൻ ബോഡിയുടെ സാധാരണ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഭക്ഷണം എന്ന് പറയുന്നത്, ഫുഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അതായത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഫുഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതി നമ്മൾ ഒരിക്കലും അത് ഓവറായിട്ട് കഴിക്കാനായിട്ട് പാടില്ല. അമിതമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതായത് എന്ത് കാര്യമാണെങ്കിലും അതായത് അതിന്റെ അളവിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഫുഡ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ? അതിനുള്ളിൽ വരണം നമ്മൾ. അതിന് പുറത്തായി കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഭക്ഷണം ആവശ്യമാണെന്ന് കരുതി അത് അളവിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ ചെയ്യാം. അങ്ങനെയില്ലേ വരിക? അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ് അല്ലെ? അപ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. മിതമായ അളവില് ഒരിക്കലും നമ്മൾ ഭക്ഷണം കൊടുക്കരുത്. അത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെയും എന്താ പറയാ, ഓരോ ആളുകളുടെയും ഓരോ വ്യക്തികളുടെയും എന്താ പറയാ ഭക്ഷണം, നമ്മൾ ഫുഡ് എങ്ങനെയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്, ഫുഡിന്റെ കാൽക്കുലേഷൻ വരുന്നത് കലോറിയിലാണ് നമ്മൾ പറയാ. ഓരോ ഫുഡിനും ഓരോരോ, ഞാൻ പറഞ്ഞ കലോറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഫുഡ് ഐറ്റംസിനും ഓരോരോ കാലറീസ് ഉണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് എന്തൊക്കെ കാര്യങ്ങളാലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒരു മനുഷ്യൻ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പലവിധ എന്താ പറയാ കമ്പോണൻസിനാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത്. എന്തിനൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ ഭക്ഷണം എത്രത്തോളം അളവിലാണ് അവൻ കഴിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്? അതിവിടെ പറയുന്നുണ്ട്. ക്വാണ്ടിറ്റി നിശ്ചയിക്കുന്നത് ചില ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്നാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ആളുടെ ശരീരഭാരം അനുസരിച്ച് നമുക്ക് ഭക്ഷണത്തില് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മാറ്റം വരുത്താം. ഇപ്പോ ഭയങ്കരമായിട്ട് വണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് തിന്നാലും തടി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ? വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കുന്ന ആളുകളുണ്ട്. ഇനി ഒന്നും തിന്നാതെ തന്നെ എന്താണ് പറയാ മെലിഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇപ്പോ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുമായിട്ടാണോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാന്ന് എനിക്കറിയില്ല. ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഇക്കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ? എത്ര ഭക്ഷണം കഴിച്ചാലും ഉണ്ടല്ലേ? ഇനി അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കും.
രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. അപ്പോ ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് എത്രത്തോളം ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിരിക്കും. പിന്നെ ജനറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് എന്ത് തിന്നാലും തടി വയ്ക്കും. എത്രത്തോളം തിന്നുന്നോ അതിനനുസരിച്ച് തടി വയ്ക്കും. ഭക്ഷണം കുറച്ചാല് തടി കുറയും. ആ ഒരു ടൈപ്പാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇതാണ് മെലിഞ്ഞിരിക്കുന്നവരെ കണ്ടാലേ. കാരണം നമ്മളെക്കാൾ ഡബിൾ അവര് ഭക്ഷണം കഴിക്കും, പക്ഷെ അവരുടെ ശരീരത്തിൽ അത് പിടിക്കില്ല. അപ്പോ ഇപ്പൊ അവർക്കാണെന്ന് വെച്ചാൽ അവർക്ക് എത്രത്തോളം ഫുഡ് വേണമെങ്കിലും കഴിക്കാം, ആ ക്വാണ്ടിറ്റി അവർക്ക് കൂട്ടാം. ഇനി അധികമായിട്ട് വണ്ണം ഉള്ളവരാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും എടുക്കുക. അപ്പൊ ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും അത് ഇരിക്കുക. ഓക്കെ, അത് അപ്പൊ വെയിറ്റിനനുസരിച്ചിരിക്കും. പിന്നെ എമൗണ്ട് ഓഫ് മസ്കുലാർ വർക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോ ഭയങ്കരമായിട്ട് വെയിലത്ത് അധ്വാനിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി കൊണ്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നവരാണെങ്കിൽ, ഭയങ്കര കൂലിപ്പണി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന ആളുകളുണ്ട് ജോലിയിൽ. വെറുതെ ഇരിക്കുന്നവരല്ല കേട്ടോ പറയുന്നേ. ഇപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ജോലി ചെയ്യുക, വേറൊരു ശരീര ചലനങ്ങൾ മൂവ്മെന്റ്സ് ഒന്നും എന്റെ നടക്കുന്നില്ല. കൈ കാലോട്ട് ഇങ്ങനെ കാണിക്കാന്നല്ലാണ്ട് എന്റെ ബോഡി അവിടെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ബോഡി വർക്ക് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരാണ്, പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് ഫുഡിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് ആവശ്യമാണ്. എത്ര, അതായത് അവർക്ക് ഭക്ഷണം കഴിച്ചാലും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ബേൺ ആയി പോകുന്നുണ്ട്. അവരുടെ കലോറി എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഫുഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ടായിരിക്കും അവിടെ വരിക. അപ്പൊ എമൗണ്ട് ഓഫ് മസ്കുലാർ വർക്കിനെ ആശ്രയിച്ച് നമുക്ക് ഫുഡ് ക്വാണ്ടിറ്റി നമുക്ക് എന്താ പറയാ ഇതാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏജ്, വയസ്സിനെ ആശ്രയിച്ച് ക്വാണ്ടിറ്റി നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. അതായത് അവരുടെ കുഞ്ഞു വയറാണ്, കുഞ്ഞു ആമാശയമാണ്, അപ്പൊ അവർക്ക് വളരെ കുറച്ച് മാത്രം ഭക്ഷണം മതി. വലുതാവും തോറും ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരുടെ ഫുഡിന്റെ ആ ക്വാണ്ടിറ്റി കൂട്ടി വരുന്നത്. അപ്പൊ ഏജ് അനുസരിച്ച് ഫുഡ് എന്ത് ചെയ്യാം, നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് റിക്വയർഡ്, അത് ക്വാണ്ടിറ്റി നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ സെക്സ്, അതായത് ഫീമെയിൽ ആൻഡ് മെയിൽ, അതായത് ആണുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? ഫീമെയിൽസിനേക്കാളും മെയിൽസ് ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ കഴിക്കും. കാരണം അവർ കുറച്ചും കൂടി ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഈ മെയിൽസ് എന്ന് പറയുന്നത് അവരുടെ ബോഡിയൊക്കെ ഇടയ്ക്ക് അവരുടെ ജോലിയൊക്കെ അനുസരിച്ച് അവർക്ക് കുറച്ച് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡിക്ക്. അപ്പോൾ ഈ സെക്സ് അനുസരിച്ചിട്ടും ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരാം. അപ്പോൾ ഫീമെയിൽസ് എന്ന് പറയുന്നത് മെയിൽസിനേക്കാളും കുറച്ചും കൂടി കുറവാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഇന്ത്യയിലാണ്, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് അല്ലെ? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അതായത് ചില സമയത്ത് ചൂട്, ചില സമയത്ത് തണുപ്പ് അല്ലെ? ഭയങ്കരമായിട്ട് തണുപ്പെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും എപ്പോഴും പ്രയോറിറ്റി ഇവിടെ സമ്മറിനാണ്. അത് ഭയങ്കരമായിട്ട് ഹോട്ട് ആയിരിക്കും ഈ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ ചില രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോ അമേരിക്ക, കാനഡ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര തണവാണ് ഉണ്ടാവുക, ഭയങ്കര കൂളിംഗ് ആയിരിക്കുള്ളൂ. അപ്പോ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയനുസരിച്ച് ഫുഡ് ക്വാണ്ടിറ്റിയിൽ എന്ത് വരാം, വ്യത്യാസം വരാം. അപ്പോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫുഡ് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഏതൊക്കെയാണ് വരിക, ഏതൊക്കെ ഫാക്ടേഴ്സാ വരിക? കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, അതായത് ഫുഡിന്റെ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് എന്ത്, മെറ്റബോളിസം എന്ന്. എന്താണ് മെറ്റബോളിസം? ദഹനമാണോ? എന്താണ് മെറ്റബോളിസം? ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹനമാണോ മെറ്റബോളിസം? കേൾക്കുന്നില്ല. ദഹനമാണോ മെറ്റബോളിസം? മെറ്റബോളിസം അതെ, ഡൈജഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ. അല്ല, നമ്മൾ പിന്നെ മെറ്റബോളിസം കിട്ടാനുള്ള മെഡിസിൻ എടുക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെ, മെറ്റബോളിക് റേഞ്ച് കൂടുതലുള്ളവരില് വിശപ്പ് കുറവായിരിക്കും ഉണ്ടാവുക. മെറ്റബോളിക് റേഞ്ച് കുറവാണെങ്കിൽ വിശപ്പ് കൂടുതലായിരിക്കും ഉണ്ടാവുക. എനിക്ക് കുറവായിരിക്കും. അപ്പൊ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട്.
അത് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചില നമ്മള് രാവിലെ കഴിക്കുന്ന ചില ഡ്രിങ്കുകൾ, അത് ഈ സിനമൺ പൗഡർ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ഗ്രീൻ ടീ, അതുപോലെ തന്നെ നമ്മുടെ ടർമറിക് പൗഡർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവരൊക്കെ എടുക്കാറുണ്ട്. ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്, അതിന്റെ ഒരു കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് ആ ദിവസം കുറവാണ് ഉണ്ടാവുക. മെറ്റബോളിസം കൂട്ടുന്ന അതിനുള്ള ടാബ്ലറ്റുകൾ ഉണ്ട്. അല്ലാതെ നമ്മള് ഹോമിൽ ചെയ്യുന്ന, നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ചില നുറുങ്ങ വിദ്യകളുണ്ട്. അതുപോലെ സിനമൺ പൗഡർ, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മള്, പിന്നെ ഉലുവ, അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നതാണ്. അപ്പൊ ആ ദിവസം അത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാല് വിശപ്പ് കുറവായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, അപ്പൊ അത് പല ആളുകളിൽ വ്യത്യാസമായിരിക്കും. ചില ആളുകളിൽ മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കാം, ചില ആളുകളിൽ കുറവായിരിക്കാം. കുറവ് വരുന്നവരാണ് കൂടുതലായിട്ട് ആഹാരം കഴിക്കുന്നത്. അതായത് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിശപ്പ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഗ്രീൻ ടീയിലൊക്കെ ഗ്രീൻ ടീ ഒരുവിധം ഹെൽപ്പ് ചെയ്യും, മെറ്റബോളിക് റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ സഹായിക്കും. അങ്ങനെയൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? മെറ്റബോളിക് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്, റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഈ ഒരു 2 പാരഗ്രാഫിലായിട്ട് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഫുഡിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്. ഫുഡിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിലൊന്നാണ് എനർജി സപ്ലയേഴ്സ്. ഓക്കെ, രണ്ടാണ് ബോഡി ബിൽഡേഴ്സ്. മൂന്നാമത്തേതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. അപ്പൊ വാട്ട് ഈസ് എനർജി സപ്ലയേഴ്സ്? എന്താണ് എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത്? ഊർജം തരുന്ന ഫുഡുകൾ. എനർജി സപ്ലൈസ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിനെയാണ് എന്ത് പറയുന്നത്? എനർജി സപ്ലയർ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് വരാം, ഫാറ്റ് വരാം, പ്രോട്ടീൻസ് വരാം. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ, എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എനർജി സപ്ലയേഴ്സ് ഫ്രം എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി: wheat, maize, starchy vegetables, pulses, sugarcane, jaggery, butter, ghee, etc. are some example of this type of food. These foods supply energy to the body and keep it warm and active. അതായത് ഒരു ദിവസം നമ്മൾക്ക് ഊർജം തരുന്ന, നമ്മളെ എനർജറ്റിക് ആയിട്ട് നിർത്തുന്ന തരം ഫുഡുകളാണെന്ത് എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വരും അല്ലെ, നമ്മൾ കഴിക്കുന്ന അരിയാഹാരം, അതുപോലെ ഗോതമ്പ് ഉൽപ്പന്നങ്ങള്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് തരുന്നതാണ്? നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനുള്ള എനർജി നൽകുന്ന ഫുഡ്സ് ആണ്. ഓക്കെ, ഇതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. എനർജി സപ്ലയർ എന്ന് ഹെഡിങ് കൊടുക്കാം. എനർജി സപ്ലയർ ഫുഡ്. Energy supplier food refers to എന്നോട് പറഞ്ഞേ മിസ്സേ. energy supplier food refers to foods that provide
Your body with energy. Your body with energy. Energy supplier food refers to foods that provide your body with energy. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളവ, ഫാറ്റ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളവ നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ PDF കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഏതാണ്? വീറ്റ്, ഗോതമ്പ്, അതുപോലെ മീൽസ്, ചോളം, സ്റ്റാർച്ചി ഫുഡ്. സ്റ്റാർച്ചി കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട് കേട്ടോ. ഓക്കെ, then vegetables. സ്റ്റാർച്ചി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് റൈസ് വരാം, പിന്നെ ബ്രെഡ്, പാസ്റ്റ, അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റാർച്ചി ഫുഡ് ഐറ്റമില് ഉൾപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികള്, പൾസസ്, പയറുവർഗ്ഗങ്ങള്, ഷുഗർ കെയിൻ, കരിമ്പ്, ജാഗ്രി, ശർക്കര, ബട്ടർ, വെണ്ണ, ഗീ, നെയ്യ്, ഇതൊക്കെ എന്താണ്? എനർജി സപ്ലയർ ഫുഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എനർജി സപ്ലയേഴ്സ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീറ്റ് വരാം, മെയ്സ് വരാം, സ്റ്റാർച്ചി വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ. ഇത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന് പുറമേയും ചോദിക്കാൻ ചിലപ്പോ കേട്ടോ. ഓക്കെ, PDF ഇല്ലാത്ത എനർജി സപ്ലയർ ഫുഡും കൂടി ചിലപ്പോൾ വരാം. അതും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം ഏതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഒരിക്കലും നിർബന്ധം പിടിക്കരുത് ഇതിനകത്ത് നിന്ന് തന്നെ വരുമെന്ന്. ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത PDF പുറത്തുള്ള എനർജി സപ്ലൈസ് ഫുഡ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണുള്ളതെന്ന് കേട്ടോ. ഓക്കെ, then അടുത്തതാണ് ബോഡി ബിൽഡേഴ്സ്. Okay, this type of food contain nutrients which are required to make the body and replace worn out tissues. Meat, fish, milk and fat products, dried beans, peas, nuts, cereals, etc. belong to this category. Okay, body builders food എന്താണ്? എല്ലാവർക്കും ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റുമായിരിക്കും. ബോഡി ബിൽഡേഴ്സ് ഫുഡ് meat, fish, milk, vegetables. എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനകത്ത്? ഹൈ പ്രോട്ടീൻ. ഹൈ പ്രോട്ടീൻ. ഹൈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ എത്തുന്നത് മൂലം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മസിൽസിന്റെ ഗ്രോത്ത്, അതുപോലെ സ്ട്രെങ്ത്, ദെൻ ഫാറ്റ് ലോസ്, ദെൻ റിക്കവറി. എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ വല്ല ആക്സിഡന്റ് പറ്റി എല്ല് വല്ലതും പൊട്ടിയോ അല്ലെങ്കിൽ വല്ല ചതവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഈ പ്രോട്ടീൻ ഫുഡാണ് കൂടുതൽ കൊടുക്കുക. അത് കൊടുക്കുന്നത് മൂലം പെട്ടെന്ന് റിക്കവറായി വരുന്നത് കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെയാണ്. അപ്പൊ അതൊന്ന് എഴുതിക്കൊള്ളൂ കേട്ടോ. ബോഡി ബിൽഡേഴ്സ് ഫുഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രധാനമായിട്ടും ബോഡിയുടെ എന്താ പറയാ അതിന്റെ നല്ലൊരു ബിൽഡപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസിൽസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ ഈ പ്രോട്ടീൻ ഫുഡ് നമ്മൾ കഴിക്കുക. ഇപ്പൊ ജിമ്മിൽ പോകുന്നവർക്ക് അറിയാം, അവര് കൂടുതലായിട്ട് അവര് സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനാണ് കൂടുതലായിട്ട് അവര് ട്രെയിനേഴ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, then എഴുതിക്കോളൂ. ബോഡി ബിൽഡേഴ്സ് ഫുഡ്. Body builders food refers to support muscle growth,
strength, fat loss and recovery, It focuses on high protein. High protein. Bodybuilders' food refers to support muscle growth, strength, fat loss, and recovery. It focuses on high protein. Okay, but bodybuilders' food an example ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീറ്റ് വരാം അല്ലെ, ഇറച്ചി ഐറ്റംസ് ഒക്കെ വരാം, ഫിഷ് മീനുകള്, then milk പാല്, then and fat products ആണ് കേട്ടോ. ഫാറ്റ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, സ്പെല്ലിംഗ് തെറ്റാണ്. ഫാറ്റ്, ഓക്കെ, അതായത് പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും, ഓക്കെ, ഡയറി പ്രൊഡക്ട്സ്. ദെൻ ഡ്രൈഡ് ബീൻസ്, ഓക്കെ, ഡ്രൈഡ് ബീൻസ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സീഡുകളൊക്കെ ഉണ്ടല്ലോ ഡ്രൈഡ് ആയിട്ടുള്ള, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡ്രൈഡ് ബീൻസിൽ വരുന്നത്. ദെൻ പീസ്, നട്ട്സ്, സിറിയൽസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോഡി ബിൽഡേഴ്സ് ഫുഡ് ഐറ്റംസിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടും ക്ലിയർ ആണോ? എനർജി സപ്ലയേഴ്സ് ആൻഡ് ബോഡി ബിൽഡേഴ്സ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. The protective food stuff contains protective essential substances, vegetables, fresh fruit, green leafy, fish, milk, egg, etc. include protective essence. ഓക്കെ, ഈ പ്രൊട്ടക്റ്റീവ് ഫുഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മളെ പലവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും. പലവിധ രോഗങ്ങളിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഫുഡ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ ഫുഡ് ഐറ്റംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് എഴുതുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന ഹെഡിങ് കൊടുക്കുക. Protective foods that help protect the body from diseases and keep it healthy. മാം ഡിസീസസ് കഴിഞ്ഞിട്ടൊന്ന് പറയാമോ? ഡിസീസസ് കഴിഞ്ഞിട്ട് and keep it healthy. They play a key role in strengthening the immune system. ഒന്നുകൂടെ പറഞ്ഞേ. കീപ് ഇറ്റ് ഹെൽത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞു. Keep it healthy കഴിഞ്ഞിട്ട് they play a key role in strengthening the immune system
strengthening the immune system, and supporting overall well-being. Overall well-being. ഓക്കെ, അതായത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ പെടുന്നതാണ് വൈറ്റമിൻസ് അടങ്ങിയിട്ട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡുകള്, പിന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി, ഫിഷ്, മിൽക്ക്, എഗ് എക്സെട്ര. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? പ്രൊട്ടക്റ്റീവ് ഫുഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പ്രധാനമായിട്ടും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, മിൽക്ക്, എഗ്സ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതുവരെ ഇന്ന് ഇത്രയും വരെ എടുത്താൽ മതി. അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സോങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സോങ് ആരെങ്കിലും ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും അറിയില്ല, ആക്ഷൻ സോങ് അറിയില്ല. ഏതെങ്കിലും ഒരു റൈമായാലും മതി, കുട്ടികളെ പഠിപ്പിക്കുന്ന നഴ്സറി സോങ്. മലയാളം റൈം മതിയോ? മതി, മലയാളം ആയാലും മതി. ആക്ഷൻ സോങ് മതി, ഏതായാലും മതി. ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സോങ്ങോ ഏതെങ്കിലും. ക്യാമറ ഓൺ ചെയ്യണോ? ക്യാമറ ഓൺ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ ഓൺ ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ഹായ്. ഹായ്. തുടങ്ങട്ടെ? തുടങ്ങി. പേര് മറന്നുപോയി. ഉണ്ണിക്കുട്ടന്റെ കുപ്പായം. ഉണ്ണിക്കുണ്ടൊരു കുപ്പായം, അച്ഛൻ വാങ്ങിയ കുപ്പായം, നീല നിറത്തിൽ കുപ്പായം, കാണാൻ കേമൻ കുപ്പായം. ഒരിക്കലച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം, ഒരിക്കലച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം, അച്ഛൻ മീശ വിറപ്പിച്ചു എങ്ങനെ കീറി കുപ്പായം, കൊമ്പിന്മേലെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം, കൊമ്പു പിടിച്ച് വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം, ഉണ്ണിക്കുട്ടൻ കൈനീട്ടി ഇപ്പൊ കിട്ടും നല്ലൊരടി, പക്ഷേ തല്ലുകൾ വന്നില്ല എന്താ അച്ഛാ തല്ലാത്തെ, നേര് പറഞ്ഞാൽ തല്ലില്ല, നേര് പറഞ്ഞാൽ തല്ലേയില്ല. വെരി ഗുഡ്, നന്നായിരുന്നല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? എന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടികൾ ചെയ്യാട്ടോ നമ്മുടെ ക്ലാസ്സിൽ. ക്ലാസ് മാത്രമായിട്ട് പോയാൽ ശരിയാവില്ല. നിങ്ങൾ മോണ്ടിസോറി സ്റ്റുഡൻസ് ആണ്, കുട്ടികളെ രസിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ എപ്പോഴും പഠനം മാത്രം അല്ലെങ്കിൽ നമ്മൾ തിയറി വൈസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു പോയാല് അതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല.
പാട്ട് പാടാം, ആക്ഷൻ സോങ് ചെയ്യാം, റോൾ പ്ലേ ചെയ്യാം, ഡ്രാമ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊക്കെ ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ചെയ്യണം. ഓക്കെ, ഇപ്പൊ തലേ ദിവസം തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആരൊക്കെയാണ്. ഇപ്പൊ സൈനിങ് അതുപോലെ പ്രയർ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി പറയുമല്ലോ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കലാപരിപാടികളും ചെയ്യാനായിട്ട് തലേ ദിവസം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്താലും മതി. ഓക്കെ, റെഡിയാണോ എല്ലാവരും? എനർജറ്റിക് ലെവൽ കൂടുകയുള്ളൂ. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് എനർജി ആവശ്യമാണ് അല്ലെ. എപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം ഒരു ബോറടിച്ച് അവിടെ കിടന്നുറങ്ങിപ്പോവും. അതിനിടയ്ക്ക് ഇങ്ങനെ ചില ആക്ഷൻ സോങ്ങുകളും അതുപോലെ പാട്ടുകളും അങ്ങനെയുള്ള ഡ്രാമ, മിമിക്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്ത് വരിക. ഓക്കെ, നമുക്കത് സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട്? Thank you, teacher. Thank you, teacher, for a great teaching. Today learns the lessons while studying well and applying these lessons in our practical life with a firm pledge. As we concluded today's class, thanks for Ashwati Miss and thanks for everyone. Okay, thank you. Thank you so much. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, Thank you, Miss. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, miss. Thank you.